എല്ലാവർക്കും നമസ്കാരം. ജീവിതം ഒന്നേ ഉള്ളൂ. അത് നമ്മൾ നന്നായി അതിൻ്റെ പരമാവധി ആസ്വദിച്ച് തന്നെ ജീവിച്ചു തീർക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, ഇതിനിടയിൽ ഷാർജയിൽ മരണപ്പെട്ട അതുല്യയും വിഭജിക 2 യുവതികളുടെ കാര്യങ്ങൾ. ഇതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ചില കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നത്. ജീവിതത്തിൽ പ്രോബ്ലംസ് ഇല്ലാത്തവർ വളരെ ചുരുക്കമാണ്. പ്രോബ്ലംസ് എപ്പോഴും ഉണ്ടാവും. അതിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് കാര്യം. ഈ 2 പേരുടെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ അവരുടെ ജീവിതത്തിൽ ഒരുപക്ഷെ അവരുടെ പേരൻസോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്കോ എല്ലാവർക്കും, ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിയായാലും ചേട്ടത്തിയായാലും അമ്മായി, മാമൻ, ചേട്ടൻ എല്ലാവരും ഉണ്ടല്ലോ, അവർക്കെല്ലാവർക്കും ഇതിൻ്റെ പങ്കുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ജീവിതത്തിലൊരു പ്രശ്നം വരുമ്പോൾ അവർ നമ്മളെ അടുത്ത് വിളിച്ച് പറയുമ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. കാരണം ഗൾഫിലൊക്കെ താമസിക്കുമ്പോൾ ഒരു ഫ്ലാറ്റിൽ ഒതുങ്ങിക്കൂടിയിട്ടുള്ള ജീവിതമായിരിക്കും കൂടുതലും ആൾക്കാരുടെ. അവരുടെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ അവരെല്ലാവരോടും ഷെയർ ചെയ്തൊന്നും വരത്തില്ല. അപ്പം നമ്മളെന്താ ചെയ്യേണ്ടത്? ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പേരൻസിനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ നമ്മൾ കടിച്ച് പിടിച്ച് നിൽക്കുക എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അവരെ കേൾക്കാനുള്ള ഒരു മനസ്സാണ് ആദ്യം നമ്മൾ കാണിക്കേണ്ടത്. അവരെ കേട്ടിട്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഒരുപക്ഷെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കമ്മ്യൂണിക്കേഷനിലൂടെ സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ അവരെ നാട്ടിലേക്ക് തിരിച്ചു വിളിച്ച് നമ്മൾ ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ് വേണ്ടത്. അതല്ലാതെ മുന്നോട്ടുള്ള ജീവിതം എന്താവും എന്ന് ചിന്തിച്ച് ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള പലരുടെയും പ്രശ്നമാണ് ഈഗോ. നാട്ടുകാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ജീവിതം നമ്മുടെയാണ്, അല്ലേ? ഡിവോഴ്സ് എന്ന് പറയുന്നത് ഈ കാലത്ത് ഒരു വലിയ സംഭവമൊന്നുമല്ല. നമുക്ക് ഏച്ചു വെച്ചാൽ മുഴിച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ അതിനെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത്. ഞാൻ ഡിവോഴ്സിനെ പ്രൊമോട്ട് ചെയ്യല്ല ചെയ്യുന്നത്. പക്ഷേ ഡിവോഴ്സ് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടെ നടക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഈ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരു ഈഗോ ക്ലാഷ് വരുമ്പോഴാണല്ലോ ഈ ഡിവോഴ്സിലേക്കൊക്കെ വന്നു കയറുന്നത്. ഓഫ് കോഴ്സ് അതിനകത്ത് ഡൗറി മറ്റുള്ള പല കാര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ ബേസിക്കലി എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ള, ഞാൻ ഒബ്സർവ് ചെയ്തതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പറായിട്ട് അവരുടെ ഇഷ്യൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡിവോഴ്സ് പെറ്റീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഒരു കൗൺസിലിങ്ങിൽ കൂടെയൊക്കെ ഒരു പക്ഷേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ അവരുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളെടുത്ത് ഈ കാര്യം ഷെയർ ചെയ്ത് അത് 2 പേരിൽ നിന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അതല്ലാതെ നമ്മൾ സൈലൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്തോളം കാലം 2 പേരുടെ ജീവിതം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഈ ഡിവോഴ്സിൽ കൂടെ ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്നത് കുട്ടികൾക്കാണ്. അവരുടെ ഒരു ട്രോമ, അതായത് കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രോബ്ലംസും ഒന്നും ഇപ്പോൾ നമുക്ക് ആർക്കും മനസ്സിലാവില്ല. അതായത് ഡിവോഴ്സിനെ പ്ലാൻ ചെയ്യുന്ന വ്യക്തികൾക്കൊന്നും ഇത് മനസ്സിലാവില്ല. അത് കുറച്ച് നാളുകൂടെ കഴിഞ്ഞിട്ട് അവർ നമ്മളെപ്പോലെ ഒരു പൊസിഷനിൽ എത്തുമ്പോഴായിരിക്കും മാതാപിതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ അതിനുള്ള പ്രാധാന്യം എന്തായിരുന്നു എന്നൊക്കെ അവർക്ക് മനസ്സിലാവുക. കാരണം പേരൻസിന് തുല്യം പേരൻസ് മാത്രമാണ്. അതിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല, അല്ലേ? അപ്പോൾ അതേപോലെ വേറൊരു കാര്യമാണ് ഈ ഡിവോഴ്സിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോബ്ലംസ് നടന്ന ഇപ്പോൾ 2 പേരുടെ വീട്ടിലെ പ്രോബ്ലംസ് രണ്ടും രണ്ടാണ്. ഒരിടത്ത് ഡൗറി പ്രശ്നമാണെങ്കിൽ ഒരിടത്ത് ഗാർഹിക പീഡനമാണ്. ഈ പീഡനങ്ങളും ഗാർഹിക പീഡനങ്ങളെല്ലാം സംസാരിച്ച് നേരത്തെ തീർക്കണമായിരുന്നു. കാരണം അതിനകത്ത് 2 പേരുടെയും പേരൻസ് പറയുന്നുണ്ട്, നീ അഡ്ജസ്റ്റ് ചെയ്യുക. എന്തിനാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരാവശ്യമില്ല. എന്നാൽ ചിന്തിക്കും നാട്ടുകാരെന്താണ് പറയുക. തീർച്ചയാണ് നമ്മുടെ സമൂഹത്തിനും ഇതിലൊരു പങ്കുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓപ്പണായിട്ട് പറയാം, ആർക്കും വേറെ ഒന്നും തോന്നരുത്. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ചോദിക്കും എന്താ കല്യാണം കഴിയാൻ വൈകുന്നതെന്ന്. ഇൻ കേസ് കല്യാണം കഴിഞ്ഞ് കുട്ടികളായില്ലെങ്കിൽ ചോദിക്കും കുട്ടികളെന്താ ആവാത്തത്. ഇൻ കേസ് ഒരു കുട്ടി ഉണ്ടെങ്കിൽ ചോദിക്കും എന്താ ഒരാൾ മതി, 2ാമത്തെ ആൾ വേണ്ടതെന്ന്. അപ്പോൾ ഈ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ എനിക്ക് പറയാനുള്ളത്, കല്യാണം കഴിക്കാൻ ഒരു പെണ്ണിനും ചെറുക്കനും അറിയാമെങ്കിൽ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാം അവർക്കറിയാം. അപ്പോൾ കുട്ടികളുണ്ടാവാതിരിക്കുന്ന എന്തിനാണെന്ന് നമ്മൾ 3ാമതൊരാൾ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് നമ്മളവരുടെ പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത്? കുട്ടികളുണ്ടാകുമ്പോൾ ഉണ്ടാകട്ടെ, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കുട്ടികളാവട്ടെ, അവർക്ക് താല്പര്യമില്ലെങ്കിൽ 2ാമത്തെ കുട്ടിയെ വേണ്ട, അല്ലെങ്കിൽ 2 കുട്ടിയായ ഒരു 3ാമതൊരു കുട്ടിയെ ഞങ്ങളാവട്ടെ. അത് നമ്മളെ ആരും ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ. ഇൻ കേസ് ഡൈവോഴ്സായ ഒരു പെണ്ണ് വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ
ചുറ്റുമുള്ള ആൾക്കാർ പറഞ്ഞുണ്ടാക്കുന്നത് അവർ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളായിരിക്കും. അവൾ അങ്ങനെ ചെയ്തു, ഇവൾ അങ്ങനെ ചെയ്തു, അവൻ അങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു. ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റൊരാൾ കേൾക്കുന്നത്. ഇവൻ മറ്റൊരാളത് കേട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് മസാലയും കൂടെ അടി ചെയ്തിട്ട് അടുത്ത ആളെടുത്ത് പോയി പറയും. ഇതൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനത് 2-3 കേസുകളിൽ ഒബ്സർവ് ചെയ്തതാണ്. മീൻസ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ ഉള്ള ഫാമിലിയിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അതിൽ നിന്നൊക്കെയാണ് നമുക്കിതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിനെ ഒരുപക്ഷെ ഒരു കൗൺസിലിങ്ങിൽ കൂടെയൊക്കെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുമെങ്കിൽ പിന്തിരിപ്പിക്കാനാണ് വേണ്ടത്. ഇനി പറയാനുള്ള ചേച്ചിമാരുടെ അടുത്ത്, ഇവിടെ ഗൾഫിലൊക്കെ താമസിക്കുന്ന ചേച്ചിമാരോട് പറയാനുള്ളൊരു കാര്യം, ചേച്ചിമാരോ സഹോദരിമാരോ അനിയത്തിമാരൊക്കെ ഉള്ള അവരോടൊക്കെ പറയാനുള്ളൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിനുള്ളിൽ നിങ്ങൾ ഹസ്ബൻഡിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായി നിങ്ങൾക്ക് മാനസികമായോ ശാരീരികമായോ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് 999 എന്നൊരു നമ്പറുണ്ട്. നേരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന കോളാണ്, എമർജൻസി നമ്പറാണത്. അതിൽ വിളിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ 10-15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് നേരിട്ട് ഇടപെട്ട് സോൾവ് ചെയ്യുന്നതാണ്. അതിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കണ്ട. അതിനകത്തൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. വിളിച്ചു തരാമെന്നോ നിങ്ങൾ വിളിച്ചവരുടെ ഫോട്ടോയോ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്നും അവർ പുറത്തു വിടത്തില്ല. എന്തിന് തൊട്ടപ്പുറത്തുള്ള ഫ്ലാറ്റിലുള്ള ആൾക്കാർ പോലും ഇതൊന്നും അറിയാത്ത രീതിയിൽ കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തു തരും. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ജസ്റ്റ് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഇൻ്റെ അടുത്ത് പ്രശ്നം നടന്നപ്പോൾ അവൾ ആത്മഹത്യയല്ലേ ചെയ്തേ, എന്നിട്ട് അവൻ്റെ ജോലി പോയല്ലോ, അല്ലെങ്കിൽ അവനെ പിടിച്ച് അവിടെ ആക്കിയല്ലോ, അവനെ പിടിച്ച് ഇവിടെ ആക്കിയല്ലോ എന്ന് ചിന്തിക്കുന്നതിലും ഭേദം നമ്മൾ റിയാക്ട് ചെയ്യുക. ഓക്കെ, പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ പ്രോബ്ലംസിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം എന്ന് മാത്രമാണ് ചിന്തിക്കേണ്ടത്. ഓക്കെ, അല്ലാതെ നമ്മുടെ ജീവിതം കൊണ്ട് നശിപ്പിക്കുന്നതിനൊന്നും ഇതൊരു പരിഹാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.